അപ്പം ഇപ്പോൾ എന്താ സുഹൃത്തെ, നിങ്ങൾ മൊബൈലിൽ കാണുന്ന പകുതി സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല. നമ്മുടെ സൗകര്യമാണ് ഇപ്പോൾ കാണുന്നത്. തിയേറ്ററിൽ കാണുന്ന സിനിമ അതിൻ്റെ അനുഭൂതി വേറെയാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൗകര്യം, എല്ലാവരുടെയും സൗകര്യം ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൽ കൂടാണ് നമ്മുടെ ജീവിതം നടക്കുന്നത് എല്ലാം. ഇപ്പോൾ എൻ്റെ ബിസിനസ് ആണെങ്കിലും ഞാൻ ലോകത്തോടെ പോയാലും എൻ്റെ ബിസിനസ് നടക്കുന്ന മുഴുവൻ എൻ്റെ മൊബൈൽ കൂടാണ്. അതേപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ സിനിമകൾ കാണുന്ന മൊബൈലിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും പലരും കാണുന്നത്. അത് ഡയറക്റ്റ് റിലീസ് വരാൻ എനിക്ക് സമയം മാത്രമേ ഉള്ളൂ, അത് ഉടനെ തന്നെ വരും. അപ്പം ജനങ്ങൾ കൂടുതൽ സിനിമ കാണും. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി എന്നും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മൊബൈലിൽ കൂടെ സിനിമ എടുക്കുന്ന വ്യക്തികളുണ്ട്, വളരെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പം ഇതിനൊന്നും നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കത്തില്ല. പൈസ മുടക്കാൻ സന്നദ്ധമുള്ളവർ കൂടുതൽ സിനിമകൾ എടുക്കും, കൂടുതൽ വരും. അതുകൊണ്ട് 5ഉം 6ഉം എത്ര വന്നാലും ഓടേണ്ട പടങ്ങൾ ഓടാറുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളുക, അത്രേ ഉള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. എല്ലാ സംരംഭത്തിനും റിസ്ക് ഉണ്ട്, ഇതിലും റിസ്ക് ഉണ്ട്. കാര്യം ഇത് നമ്മൾ ടെക്നോളജി മാത്രമല്ലേ ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് സൗണ്ട്, ബാക്കി കാര്യങ്ങളിൽ ഇൻഡ്യൂസ് ചെയ്യും. പ്രമേയം അംഗീകരിക്കുകയോ ഇല്ല, ഇപ്പോഴത്തെ തലമുറ അംഗീകരിക്കുകയോ ഇല്ലെന്ന് നമുക്കറിയില്ല. കാര്യം ഞാൻ സിനിമ കുറ്റം പറയുകയല്ല, ഇപ്പോഴത്തെ പല സിനിമകളിലും ഒരു പ്രമേയമില്ല. അത് ഒരു ചെറിയൊരു ത്രെഡ് എന്നാണ് പലതും വരുന്നത്. പഴയ സിനിമകളിൽ ഒരു നല്ലൊരു കഥയുണ്ട്, ആ കഥയിൽ നിന്നാണ് സിനിമ വരുന്നത്. ഇപ്പം കഥയില്ല, ത്രെഡിൽ നിന്നാണ്. നമുക്കൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് മതി ഒരു ഇതുണ്ട്. ഇപ്പം മഞ്ഞുമേൽ ബോയ്സ്, ഒരാൾ താഴെ പോയി അതിനെ എടുക്കുന്ന ആ ഒരു ത്രെഡാണ്. അത് ആദ്യം കാണുന്നവർ അതത്ര വിജയിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ അത് ആൾക്കാർ കണ്ട് വിജയിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കോടി ക്ലബിൽ നേടിയെന്ന് പറയുന്ന പല പടങ്ങളുടെയും ടെക്നോളജി കൊണ്ടാണ് ആ പടങ്ങൾ പലതും വിജയിച്ചിട്ടുള്ളത്. ഇപ്പം ഇതിനു മുമ്പ് ഇറങ്ങിയപ്പം ലാലേട്ടൻ്റെ പടമാണെങ്കിലും ഇറങ്ങിയിരുന്ന പല സിനിമകളിലും ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഒറിജിനൽ അന്ന് ഇറങ്ങിയിരുന്ന ആദ്യത്തെ പതിപ്പിന്റെ അപേക്ഷിച്ച് ചിലത് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ അങ്ങനെ വരുത്തിയിട്ടുണ്ടോ ഈ മൂവിയിൽ? ഇതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല, ഇതിൻ്റെ അകത്ത് അവനാഴിയിൽ വരുത്തിയിട്ടില്ല. പക്ഷേ എല്ലാ പടങ്ങളും നമ്മൾ കാണുമ്പോൾ അത് തെറ്റു പറയാൻ സാധിക്കത്തില്ല. പണ്ട് സിനിമ എടുത്തുകൊണ്ടിരുന്നപ്പം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വേണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കാര്യം അവർക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് ചെറിയ ഷോർട്ട് ഫിലിം കാണാൻ താല്പര്യമില്ല. ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് ചെറിയ ഫിലിമാണ് വേണ്ടത്. അവർക്ക് തിയേറ്ററിൽ പോയി 2-3 മണിക്കൂർ ഇരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവർക്ക് 2 മണിക്കൂർ കറക്റ്റായിട്ടുള്ള സിനിമയാണ്. പിന്നെ പഴയ സിനിമ എന്ന് എടുക്കുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഗ് മനസ്സിലാകും. ആ ലാഗിൽ നിന്ന് ഇപ്പം എൻ്റെ ഒരു എന്നെന്നും കണ്ണേറ്റേണ്ടത് ഒരു പടം ഫാസിൽ, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സൂപ്പർ സംവിധായകൻ ഫാസിൽ. എനിക്കും ഫാസിലും തമ്മിൽ അവസാന ക്ലൈമാക്സിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫാസിലിന് വിട്ടുകൊടുത്തു. പക്ഷേ അത് പ്രതീക്ഷിച്ച പോലെ തിയേറ്ററിൽ അത്ര ഓടിയില്ല. പക്ഷേ അത് റീമേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡ്രോബാക്ക് ക്ലൈമാക്സ് മാറ്റിയെടുത്തു. അങ്ങനെ വർഷം 16 തമിഴ്നാട്ടിലെ ഏറ്റവും വൺ ഓഫ് ദി സൂപ്പർ ഹിറ്റ് പടമായി മാറി. അതാണ് സിനിമ. നമ്മൾ കാണുമ്പോഴേ അതിൻ്റെ ഡ്രോബാക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അത് തെറ്റാന്ന് പറയുന്നില്ല. ചില പാട്ടുകൾ മാറ്റാം, ചില പാട്ടുകൾ കൂട്ടാം. പല സിനിമകളിലും ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴും ഉണ്ട്, പല പാട്ടുകൾ എടുത്തിട്ട് പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതിൻ്റെ ദൈർഘ്യം കാരണം. അതുകൊണ്ട്
ഇപ്പം നിങ്ങൾ തന്നെ മാധ്യമപ്രവർത്തകർ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ നടത്തുമ്പോൾ എത്രയോ എഡിറ്റ് ചെയ്ത് കളയും. അതൊക്കെ അതിൻ്റെ അകത്തുള്ളതാണ്. ഈ പുതിയ കാലത്ത് മമ്മൂക്കനെ പടം എടുക്കാൻ ആഗ്രഹമുണ്ടോ? മനുഷ്യന് ആഗ്രഹമില്ലാതിരിക്കുന്നത്, എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പഴയകാല സിനിമാ പ്രവർത്തന നിലയിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. കാര്യം സാഹചര്യം മാറി. ഇപ്പം മമ്മൂട്ടിക്കൊക്കെ എടുക്കണമെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ അതിൻ്റേതായ ശക്തമായ കഥാപാത്രങ്ങളില്ലെങ്കിൽ മമ്മൂട്ടിയെ മോഹൻലാലിൻ്റെ പടങ്ങളൊന്നും ഓടത്തില്ല. സാഹചര്യം മാറിപ്പോയി. അതുകൊണ്ട് ആഗ്രഹമില്ല, അത് ചിന്തിക്കുന്നേ ഉള്ളൂ. പക്ഷേ അറിയില്ല. അങ്ങനല്ല, മമ്മൂട്ടിക്ക് വേണ്ട ഇപ്പം രജനീകാന്തിൻ്റെതായിട്ടുള്ള സ്റ്റൈലിലുള്ള പടങ്ങൾ വന്നാലേ രജനീകാന്ത് ജനം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം മമ്മൂട്ടി പണ്ടത്തെ പോലെ വലിയേട്ടൻ്റെ പോലെ അതേപോലുള്ള പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോഴത്തെ ഇപ്പം മാർക്കോ പോലുള്ള ഒരു പടം നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ആസ്വാദനമാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉപരി വേണം. ഒരാളെ ഇടിച്ചാൽ 10 പേര് തെറിച്ചു പോകണം. അതാണ് സിനിമ. റിയാലിറ്റി കാണാൻ സിനിമയ്ക്ക് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതേപോലുള്ള ഏതെങ്കിലും സംഭരങ്ങൾ വന്നാൽ ഇറങ്ങിത്തിരിക്കും. പക്ഷേ മമ്മൂട്ടിക്ക് മോഹൻലാൽ ഇപ്പം വേണ്ട ശക്തമായ കഥാപാത്രങ്ങളാണ് വേണ്ടത്. അതിനുള്ള കഥകൾ ഉണ്ടാകണം. ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ പുതിയ പിള്ളേരുടെ കാലഘട്ടമാണ്. ലെറ്റ് ദം കം. അതെ അതെ.